ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. 50ൻ്റെയും 80ൻ്റെയും ഇടയിലുള്ള കാലഘട്ടത്തിൽ ചെന്നൈ നഗരത്തിൽ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന ഒരു മെയിൻ ഐറ്റമായിരുന്നു ബദാം ഖീർ. നമ്മളുടെ പ്രിയപ്പെട്ട വസ്തിമാമി പഠിച്ചതും ജനിച്ചതും വളർന്നതെല്ലാം ചെന്നൈയിലാണ്. മാമിയുടെ ഒരു അമ്മായി പണ്ട് കുക്കറി ക്ലാസ്സിൽ പോയിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഐറ്റമായിരുന്നു ബദാം ഖീർ. മാമി നമുക്ക് ഇന്ന് പറഞ്ഞു തരുന്നതും അതേ റെസിപ്പിയാണ്. ഒറ്റ വ്യത്യാസം, അന്ന് എരുമപ്പാലിലായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. ഇന്നിപ്പോൾ ടോണ്ട് മിൽക്ക്, നമുക്ക് നല്ല കട്ടി കൂടിയ പാലൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മളിന്ന് ബദാം ഖീർ ഉണ്ടാക്കുന്നത്. ബാക്കിയെല്ലാം അതേപോലെയാണ് നമ്മുടെ പ്രിയപ്പെട്ട വസ്നി മാമി ഫോളോ ചെയ്യുന്നത്. പഴയകാല മലയാളം സിനിമയേക്കാൾ, അതുപോലെ തച്ചോളിയോധന എന്നൊക്കെ പറഞ്ഞ മലയാളത്തിലെ പ്രശസ്തമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളായിരുന്നു അല്ലേ, എല്ലാവർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമകളായിരുന്നു അതൊക്കെ അല്ലേ. അതുപോലെ തമിഴിലുള്ള ചന്ദ്രലേഖ വളരെ രസകരമായിട്ടുള്ളൊരു സിനിമയായിരുന്നു. അതിലൊരു കോമഡി സീനുണ്ട്. അതായത് പൊയ്ക്കാൽ കുതിര വെച്ചിട്ടുള്ള കളി തമിഴ്നാട്ടിലൊക്കെ പ്രശസ്തമാണ്, പഴയ സിനിമകളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. നാട്യക്കുതിരെ നാട്യക്കുതിരെ 4000 പൊൻ വാങ്ങലയോ, എൻ്റെ കുതിര കൊള്ളും കടലയും ഒന്നും കഴിക്കില്ല, ഗോതമ്പ് ഹൽവയും ബദാം ഖീറും കൊണ്ടുവാ എന്ന് കേൾക്കും എൻ കുതിര, കൊണ്ടുവാ എന്ന് കേൾക്കും എൻ കുതിര. ഇതാണ് അതിലെ തമാശയായിട്ടുള്ള ഒരു കോമഡി സീൻ. അതിൽ തന്നെയുണ്ട്, എത്രയോ പഴയതിൽ തന്നെയുണ്ട് ഈ ബദാം ഖീർ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ മഹത്വം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നും എല്ലാവർക്കും അറിയാം ബദാം എന്ന് പറയുന്ന ആ ഒരു വലിയ സംഭവം ഒരു വലുത് തന്നെയാണെന്ന്. അത് ദിവസം ഒരു 4-5 എണ്ണമൊക്കെ കഴിക്കുവാന്ന് വെച്ചാൽ സ്കിന്നിനും ഹെയറിനും ഹെൽത്തിനൊക്കെ നല്ലതാണ് അല്ലേ. മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ ചെറിയ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, ബദാം കടിച്ച് കഴിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബദാം ഖീർ ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടവും ആവും, ഹെൽത്തിനും നല്ലതാണ്. നമ്മളുടെ പ്രിയപ്പെട്ട വസ്തി മാമി കാണിച്ചു തന്നിട്ടുള്ളത് ഇന്ന് മാമിയുടെ അമ്മായി പറഞ്ഞു കൊടുത്തിട്ടുള്ള ബദാം ഖീർ എങ്ങനെയാണ് എന്നാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നമുക്ക് അത് എത്രയും പെട്ടെന്ന് പോയി നോക്കിയാലോ. ബദാം ഖീർ അഥവാ ബദാം പായസം ഉണ്ടാക്കാനുള്ള ബദാം ആദ്യം അളന്ന് തന്നെ എടുക്കണം കേട്ടോ. ഇതിന് അളവ് നിർബന്ധമാണ്. ആദ്യം ഒരു വെയിങ് സ്കെയിൽ എടുക്കുക, വേണ്ട ബദാം അളന്നെടുക്കുക കേട്ടോ. ഇതിൻ്റെ എല്ലാം അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കരുത് കേട്ടോ. അളന്നെടുത്ത് വെച്ച ബദാമിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ബദാം മൂടണ പോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 2-3 മണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണേ. 3 മണിക്കൂർ കഴിഞ്ഞാൽ കൈ കൊണ്ട് തന്നെ നമുക്കതിൻ്റെ തൊലി ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാം ബദാമിൻ്റെ തൊലിയും ഇങ്ങനെ മാറ്റിയെടുക്കാം. തൊലി കളയണ്ട, തൊലി വളരെ നല്ലതാണ്. നമുക്ക് ഒന്നുകിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഒരു 2 മണി ബദാമും കൂടി ചേർത്ത് അരച്ചിട്ട് ഫേസ് പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വളരെ 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 സൂപ്പറാണേ. ബദാമിൻ്റെ തൊലിയെല്ലാം നമ്മൾ കളഞ്ഞു അല്ലേ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാല്. മിൽമയുടെ ടോണ്ട് മിൽക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല കട്ടിപ്പാലാണ് കേട്ടോ. മിക്സിയുടെ ജാർ എടുക്കുക. ആ ജാറിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ച ബദാം ഉണ്ടല്ലോ, അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. മിനുന്നനെ അരയ്ക്കാൻ പാടില്ല, തരിതരിപ്പായിട്ട് തന്നെ അരയ്ക്കണം. ഇടയിൽ നമുക്ക് 1-2 കടിക്കാനൊക്കെ കിട്ടണ്ടേ, അപ്പോൾ തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ബാക്കിയുള്ള പാല് ഒരു കടായിൽ ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ നോക്കണം, കരിയാതെ നോക്കണം കേട്ടോ. പാല് നല്ലോണം തിളച്ചു. തിളച്ച പാലിലേക്ക് 1-2 നുള്ള് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കുക കേട്ടോ. കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റും മണമാണ് നമുക്ക് മുമ്പിലേക്ക് വരേണ്ടത്. അപ്പോൾ കുങ്കുമപ്പൂ കുറച്ച് കൂടിയാലും തരക്കേടൊന്നുമില്ല. അളന്ന് വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഈ അളവിന് ഈ പഞ്ചസാര മതിയാവും. ചിലർക്ക് നല്ല കട്ടി മധുരം വേണ്ടേ, അങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കൂട്ടിക്കോളൂ കേട്ടോ. പഞ്ചസാരയും കുങ്കുമപ്പൂവും പാലും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നോക്കൂ, കുങ്കുമപ്പൂവിൻ്റെ കളർ ഇങ്ങനെ പാലിലേക്ക് വരുന്നുണ്ടോ. ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ്, ലൈറ്റ് യെല്ലോ ഷെയ്ഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടോ. നല്ലോണം തിളക്കട്ടെ കേട്ടോ.
പിന്നെ നമ്മൾ തരിതരിപ്പായിട്ട് അരച്ച് വെച്ച ബദാം ഉണ്ടല്ലോ അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏലക്കാപ്പൊടി ഒരു നുള്ളു മതി കേട്ടോ, ഒരുപാട് വേണ്ട. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കൈ എടുക്കാതെ ഒരു 5 മിനിറ്റ് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ആ ചൂടിലിരുന്നിട്ട് ബദാം വെന്ത് കിട്ടിക്കോളും. ഇതാണ് സാരാപ്പരിപ്പ്, ചിരോഞ്ചി, ചരോളി എന്നൊക്കെ നമ്മൾ പറയും. ഇത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് നമുക്ക് പായസത്തിൽ വറുത്തിടാം, ഡ്രൈ റോസ്റ്റ് ചെയ്താൽ അങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഒരു കടായി വയ്ക്കുക. ആ കടായിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സാരാപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ചൂടിലിരുന്നിട്ട് ബദാമെല്ലാം വെന്ത് കിട്ടി, നല്ലോണം ഒന്ന് കുറുകി കിട്ടി, നല്ല സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ നെയ്യിൽ റോസ്റ്റ് ചെയ്ത സാരാപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നോക്കൂ, അടിപൊളിയായിട്ടില്ലേ പായസം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല സൂപ്പർ ടേസ്റ്റാണെന്നുള്ളത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മുടെ കൊച്ചു മക്കൾക്ക് ഇത് വളരെ ഇഷ്ടമാവും, അത്ര ടേസ്റ്റിയാണ്. ഇനി ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ നമുക്കൊരു വെറൈറ്റി പായസം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമല്ലേ, ഒരു ചേഞ്ച് അല്ലേ. ഇത് നമുക്ക് തണുപ്പിച്ചും ചൂടോടെയും കഴിക്കാം കേട്ടോ. രണ്ടിനും രണ്ടിൻ്റെതായ ടേസ്റ്റാണ്. ചില കുട്ടികൾക്കൊക്കെ തണുപ്പിച്ച് കഴിക്കാനല്ലേ ഇഷ്ടം ഉണ്ടാവുക. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഹെൽത്തിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു. ഇതിൻ്റെ അളവെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കരുത്. ബൈ.